AI വരുന്നതോടെ പല ജോലികളും ഇല്ലാതാകുമെന്ന് ബിൽ ഗേറ്റ്സ് മുന്നറിയിപ്പ് നൽകിയപ്പോൾ വലിയൊരു ഭയമൊന്നും ആർക്കും തോന്നിയിരിക്കില്ല. AI വന്നാൽ എന്താ, അതിനെ കൺട്രോൾ ചെയ്യാൻ മനുഷ്യർ തന്നെ വേണ്ടേ എന്ന് പറഞ്ഞ് ആശ്വസിച്ചിരിക്കും പലരും. പക്ഷേ ഏതൊക്കെ ജോലികളിലാണ് AI കടന്നു കയറുക, ആർക്കൊക്കെ പണി കിട്ടും എന്ന ലിസ്റ്റ് പുറത്തു വന്നതോടെ സ്വന്തം ജോലി പോകുമോ എന്ന ആശങ്കയിലേക്ക് അത് മാറി. തൊഴിൽ മേഖലയിലടക്കം AI കടന്നു വരുന്നതോടെ ജീവിത രീതികൾ ആകെ മാറിയേക്കാമെന്നും സമീപഭാവിയിൽ വൈറ്റ് കോളർ ജോലികളെല്ലാം ഇല്ലാതായേക്കുമെന്നും ബിൽ ഗേറ്റ്സ് മുൻപ് അഭിപ്രായപ്പെട്ടിരുന്നു. ബിൽ ഗേറ്റ്സ് ഉൾപ്പെടെയുള്ള വിദഗ്ധർ ദൈനംദിന തൊഴിലിൽ AIയുടെ സ്വാധീനത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് പണി പോകുന്ന 7ഓളം ജോലികളുടെ ഒരു പട്ടിക പുറത്തു വന്നിട്ടുണ്ട്. 2028 ആകുമ്പോഴേക്ക് ദുർബലമായേക്കാവുന്ന ആ തൊഴിൽ മേഖലകൾ ഏതൊക്കെയെന്ന് നോക്കാം. കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ്. മൊബൈലിൽ നിന്നോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കോ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കാത്തവർ ആരുമുണ്ടാകില്ല. ഇപ്പോൾ അതിന് ഓൺലൈനിൽ തന്നെ ഒരു ഹെൽപ്പർ ഉണ്ടാകും. പക്ഷേ ഇനി അതൊരു മനുഷ്യനാകില്ല. AI ചാറ്റ് ബോട്ടുകൾ ഉടൻ തന്നെ ഉപഭോക്താക്കളുടെ ചോദ്യങ്ങൾ പൂർണ്ണമായും കൈകാര്യം ചെയ്യുമെന്ന് ബിൽ ഗേറ്റ്സ് പ്രവചിക്കുന്നു. കോഫി ബ്രേക്കോ വീക്ക് ഓഫോ ഒന്നുമില്ലാതെ 24 മണിക്കൂറും പണിയെടുക്കുന്ന ഒരു തൊഴിലാളിയെ കിട്ടിയാൽ കമ്പനികൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പക്ഷേ ഇത് ഈ മേഖലയിൽ ആളുകൾക്ക് കിട്ടാവുന്ന ദശലക്ഷക്കണക്കിന് റോളുകളാണ് ഇല്ലാതാക്കുക. 25% ഉപഭോക്തൃ സേവന പ്രവർത്തനങ്ങളും ഇതിനകം തന്നെ AI ചാറ്റ് ബോട്ടുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ആ എണ്ണം 3 ഇരട്ടിയാകും. ബിൽ ഗേറ്റ്സിൻ്റെ അടുത്ത മുന്നറിയിപ്പ് ട്രക്ക് ഡ്രൈവർമാർക്കാണ്. ഡ്രൈവർ സീറ്റിൽ AI വരുമോ? അങ്ങനെയല്ല. ഓട്ടോണോമസ് വാഹനങ്ങൾ വരുന്നതോടെ ഡ്രൈവറായി മനുഷ്യർ തന്നെ വേണമെന്ന് ഉണ്ടാകില്ല. ടെസ്ല, വേമോ, ഊബർ തുടങ്ങിയ കമ്പനികൾ ഇതിനകം തന്നെ ഡ്രൈവറില്ലാ ട്രക്കുകൾ പരീക്ഷിച്ചു വരികയാണ്. ഓട്ടോമേഷൻ കാരണം അടുത്ത 5 വർഷത്തിനുള്ളിൽ 3 ലക്ഷത്തിലധികം ഡ്രൈവർ ജോലികൾ അപ്രത്യക്ഷമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഡാറ്റ എൻട്രി ക്ലർക്കുകൾ, ടെലിമാർക്കറ്റർമാർ മുതൽ വെയർഹൗസ് തൊഴിലാളികളെ വരെ ഈ മാറ്റം ബാധിക്കും. AI അധിഷ്ഠിത വോയിസ് ബോട്ടുകൾ ഇതിനകം തന്നെ ഔട്ട്ബൗണ്ട് കോളുകൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നുവെന്ന് ബിൽ ഗേറ്റ്സ് വിശദീകരിക്കുന്നു. ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ഇതിനകം തന്നെ മനുഷ്യരെക്കാൾ വേഗത്തിലും കൃത്യമായും ഡേറ്റ പ്രോസസ്സ് ചെയ്യുകയും ഇൻപുട്ട് നൽകുകയും ചെയ്യുന്നുവെന്നും ബിൽ ഗേറ്റ്സ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. റോബോട്ടുകൾ വെയർഹൗസുകളിൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഉൽപ്പന്നങ്ങൾ തരംതിരിക്കുകയും പാക്ക് ചെയ്യുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന ആമസോണിൻ്റെ ഓട്ടോമേറ്റഡ് വെയർഹൗസുകൾ ചൂണ്ടിക്കാട്ടിയാണ് ബിൽ ഗേറ്റ്സ് ഇത് പറയുന്നത്. ഇത് മനുഷ്യാധ്വാനം ഗണ്യമായി കുറയ്ക്കുന്നു. ഏറ്റവും വലിയ ഫ്രീലാൻസിംഗ് മാർക്കറ്റുകളിൽ ഒന്നായ ഫൈവറിൻ്റെ CEO മൈക്ക കൗഫ്മാനും AI കടന്നുകയറ്റത്തെക്കുറിച്ച് തൻ്റെ ടീമിന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. തൻ്റെ സ്വന്തം റോളുകൾ ഉൾപ്പെടെ നിലവിലുള്ള പല റോളുകളും AI മാറ്റിസ്ഥാപിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങളുടെ ജോലികൾക്കായി AI വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മെയിൽ തുടങ്ങുന്നത്. ഫൈവറിനുള്ളിലെ റോളുകളെക്കുറിച്ചല്ല, ഇൻഡസ്ട്രിയിൽ ഉടനീളം ഉയർന്നുവരുന്ന പ്രവണതയെക്കുറിച്ചാണ് മൈക്ക് കൗഫ്മാൻ വ്യക്തമാക്കുന്നത്. പ്രോഗ്രാമർമാരും ഡിസൈനർമാരും മുതൽ അഭിഭാഷകരും ധനകാര്യ പ്രൊഫഷണലുകളെയും വരെ AI റീപ്ലേസ് ചെയ്യും. കൗഫ്മാൻ്റെ അഭിപ്രായത്തിൽ ഒരു കാലത്ത് എളുപ്പമുള്ള ജോലികൾ എന്ന് കരുതിയിരുന്നവയെ ഓട്ടോമേറ്റഡ് പ്രക്രിയകളാക്കി മാറ്റുകയാണ് AI ചെയ്യുന്നത്. കൂടുതൽ ബുദ്ധിമുട്ടുള്ള ജോലികൾ ലളിതമാക്കുന്നു. പ്രൊഫഷണലുകൾ AIയുമായി വേഗത്തിൽ പൊരുത്തപ്പെടുകയും അവരുടെ വർക്ക് ഫ്ലോകളിൽ സ്വീകരിക്കുകയും ചെയ്തില്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ അവർ സ്വയം കാലഹരണപ്പെട്ടതായി തോന്നിയേക്കാമെന്നും അദ്ദേഹം പറയുന്നു. പരിഭ്രാന്തരാകുന്നതിന് മുമ്പ് ഇതൊരു വേക്കപ്പ് കോളായി കണക്കാക്കണം. തങ്ങളുടെ മേഖലകൾക്ക് പ്രസക്തമായ AI ഉപകരണങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കൗഫ്മാൻ്റെ കുറിപ്പ് ചിലർക്ക് ആശങ്കാജനകമായി തോന്നിയേക്കാം, പക്ഷേ അതൊരു സത്യം തന്നെയാണ്. AI വിപ്ലവം പലരും പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ വ്യവസായങ്ങളെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുകയാണ്.